ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഫഹദ് ഫാസിലും വടിവേലുവുമെല്ലാം കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു വന്ന മാരീസൺ എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് സ്പോയിലറായി പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീട്ടിലേക്ക് വരാം. ചിത്രത്തിന്റെ പേരായിട്ടുള്ള മാരീസൺ അഥവാ മാരീജൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേഷം മാറി നടക്കുന്ന ആളെന്ന രീതിയിലാണ്. അതായത് വേഷം മാറി ആളുകളെ പറ്റിക്കുന്ന മാരീജനായിട്ടാണ്. ഇത് വടിവേലുവിന്റെ വേലായുധപിള്ള എന്ന ക്യാരക്ടറിനെ നോക്കിയാലും അതുപോലെ തന്നെ ഫഹദിന്റെ ദയാലൻ എന്ന ക്യാരക്ടറിനെ നോക്കിയാലും ഇവർ രണ്ടുപേരും പരസ്പരം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇവരെ കൂടാതെ അരുൺ എന്ന ക്യാരക്ടറിനെ നോക്കിയാലും അയാളെ പോലെ തന്നെ വേലായുധപിള്ള കൊല്ലുന്ന മറ്റുള്ള കഥാപാത്രങ്ങളെല്ലാം നോക്കിയാലും ഇവരെല്ലാം തന്നെ മറ്റുള്ളവരോട് കള്ളം പറഞ്ഞുകൊണ്ട്, കൂട്ടുകാരനോടും ഭാര്യയോടും എല്ലാം കള്ളം പറഞ്ഞുകൊണ്ട് മാരീജനെ പോലെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണെന്ന് കാണാം. സോ സിനിമയിലെ പ്രധാനമായിട്ടുള്ള ഈ രണ്ട് കഥാപാത്രങ്ങളെ മാത്രമല്ല മറ്റു വരുന്ന മിക്ക കഥാപാത്രങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ടാണ് ചിത്രത്തിന് ഈ മാരീജൻ എന്ന അർത്ഥം വരുന്ന മാരീസൺ എന്ന പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ മാരീസൺ എന്ന പേര് എഴുതി കാണിക്കുന്ന സമയം അതിൽ ഈ വേലായുധപിള്ളയും ദയാലനും നടത്തിയിട്ടുള്ള ആ യാത്രകളെ സൂചിപ്പിക്കുന്നത് പോലെ പല സ്ഥലങ്ങളുടെയും ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നതായും കൂടാതെ ആ നൈറ്റിൽ ഇവർ വണ്ടി ഓടിച്ചു പോകുന്നതിന്റെ ദൃശ്യവും മറ്റും കൊടുത്തിരിക്കുന്നതായും കാണാം. 3. സിനിമയുടെ ഇന്റർവെൽ സീനിൽ ഈ വേലായുധപിള്ള എന്ന ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതായത് സാധാരണ പാമ്പ് എലിയെ തേടിയാണ് പോകുന്നതെങ്കിൽ എലി തന്നെ പാമ്പിനെ തേടി വന്നാലോ എന്ന്. ഇതുകൂടാതെ ചിത്രത്തിന്റെ തുടക്കത്തിലും ഈ ഡയലോഗിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സീൻ കാണിച്ചിട്ടുണ്ട്. ഒരു ജയിലിന്റെ അടുത്തുള്ള മുറിയിലായി ഒരു പാമ്പിരിക്കുന്നതായും അടുത്ത നിമിഷം തന്നെ ഒരു പോലീസുകാരൻ കെണിയിൽ വീണിട്ടുള്ള ഒരു എലിയെ എടുത്തുകൊണ്ട് പോകുന്നതായും ആ പോലീസുകാരന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന എലി ആ പാമ്പിരുന്ന സ്ഥലത്തേക്ക് തന്നെ പോകുന്നതായും കാണിക്കുന്നത്. സോ ഇത് ദയാലിനെയും കൂട്ടുകാരൻ അരുണിനെയും എല്ലാം സൂചിപ്പിക്കുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ആ എലി തടവറയിൽ നിന്നും കൂട്ടിൽ നിന്നും പുറത്ത് ചാടുന്നത് പോലെയാണ് ആ സമയം ദയാലൻ അതുവരെയുള്ള ജയിൽവാസത്തിൽ നിന്നും പുറത്ത് കിടക്കുന്നത്. എന്നാൽ ഇങ്ങനെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുന്ന എലി പാമ്പിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നത് പോലെയാണ് ചെറിയ കള്ളത്തരമെല്ലാം കാണിച്ചു കിടന്ന ദയാലൻ ജയിലിൽ നിന്നും പുറത്തു വന്ന് കൊലയാളിയായിട്ടുള്ള വേലായുധപിള്ളയുടെ മുന്നിലേക്ക് എത്തിപ്പെടുന്നത്. കൂടാതെ അരുണിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും അരുണും ദയാലിനെ പോലെ ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. എന്നാൽ അവിടെ നിന്നും പുറത്തു വന്നിട്ടുള്ള അരുൺ വേലായുധപിള്ളയെ അങ്ങോട്ടേക്ക് തേടി ചെല്ലുകയും അവസാനം മരണമടയുകയും ചെയ്യുന്നത്. സോ ഈ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നത് പോലെയാണ് ചിത്രത്തിന്റെ തുടക്കത്തിൽ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട എലി പാമ്പിന്റെ വായിലേക്ക് പോകുന്നതായും പിന്നീട് ചിത്രത്തിന്റെ ഇടയ്ക്ക് വെച്ച് ഇത്തരമൊരു ഡയലോഗ് പറയുന്നതായും കാണിക്കുന്നത്. ഇനി 4. ഇതാണ് ഈ ചിത്രത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അതായത് ഈ ചിത്രത്തിൽ ഉടനീളം മുരുകൻ അഥവാ വേലായുധൻ എന്ന ഹിന്ദു ദൈവ സങ്കല്പത്തെക്കുറിച്ച് പല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ദയാലൻ എന്ന ക്യാരക്ടർ ആ മൊബൈൽ അടിച്ചു മാറ്റിയ സമയത്ത് അതിൽ മുരുകന്റെ ഒരു ഭക്തിഗാനം വെച്ചിരിക്കുന്നതായി കാണാം. ഇതിനുശേഷം വേലായുധപിള്ളയെ ബസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ട് ദയാലൻ വരുന്ന സമയത്ത് ആ ബസ്സിന്റെ പേരായി കൊടുത്തിരിക്കുന്നത് ശ്രീ മുരുകൻ എന്നാണ്. ഇതുകൂടാതെ ഇവരെല്ലാം ഒന്നിച്ചുകൊണ്ട് ഒരു ഉത്സവത്തിന് ഡാൻസും മറ്റും കളിക്കുന്ന സമയം അത് മുരുകന്റെ ഒരു അമ്പലമോ മറ്റോ ആണെന്ന് കാണിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ സിനിമയിൽ ഉടനീളം മുരുകനെയും മുരുകന്റെ വാഹനമായിട്ടുള്ള മയിലിനെയും എല്ലാം കാണിച്ചിരിക്കുന്നതായി കാണാം. ഇതിന് കാരണമായി എനിക്ക് തോന്നിയത് ഈ വേലായുധപിള്ളയുടെ വേലായുധൻ എന്ന പേര് സൂചിപ്പിക്കുന്നത് തന്നെ മുരുകൻ എന്നാണ്. ഈ മുരുകനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഐതിഹ്യമുണ്ട്. അതായത് മുരുകൻ തന്റെ എതിരാളിയായിട്ടുള്ള അസുരനെ തോൽപ്പിക്കുകയും അവനെ ഒരു മയിലാക്കിയും ഒരു കോഴിയാക്കിയും മാറ്റിയെന്നും കോഴിയെ തന്റെ പതാകയിലെ ചിഹ്നമാക്കി മാറ്റുകയും മയിലിനെ തന്റെ വാഹനമാക്കി മാറ്റി പിന്നീട് അതിലാണ് മുരുകൻ സഞ്ചരിച്ചതെന്നും. സോ ഇങ്ങനെയുള്ള കഥയിലൂടെ സൂചിപ്പിക്കുന്നത് തെറ്റായിട്ട് നടന്ന തിന്മയിലൂടെ നടന്ന ഒരാളെ നന്മയിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ തിന്മയെ പിന്നീട് നന്മയാക്കി ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് അസുരനെ കൊന്നതിന് ശേഷം അതിനെ തന്റെ വാഹനമാക്കി മുരുകൻ കൊണ്ടു നടക്കുന്നതായി പറയുന്നത്. സോ ഈ മുരുകനായി വരുന്നത് വേലായുധൻ എന്ന വടിവേലുവിന്റെ ക്യാരക്ടർ ആണെങ്കിൽ അവിടെ മയിലായി വന്നിരുന്നത് ഫഹദിന്റെ ദയാൽ എന്ന ക്യാരക്ടർ ആണെന്ന് കാണാം. അതായത് ആ അസുരനെ തോൽപ്പിച്ച് തിന്മയിൽ നിന്നും നന്മയിലേക്ക് മുരുകൻ കൊണ്ടുവന്നത് പോലെയാണ് ഇവിടെ ഒരുപാട് തിന്മയിലൂടെ ആരെയും സഹായിക്കാതെയെല്ലാം നടന്ന ദയാൽ എന്ന ക്യാരക്ടർ വേലായുധപിള്ളയുടെ അടുത്ത് എത്തിയതിനു ശേഷം ദയാലിന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായും അയാൾ പിന്നീട് നന്മകൾ ചെയ്യുന്നതായും മറ്റും കാണിക്കുന്നത്. ഇതുകൂടാതെ മുരുകൻ തന്റെ എതിരാളിയായിട്ടുള്ള അസുരനെ തോൽപ്പിച്ച് അവനെ തന്റെ വാഹനമാക്കി മയിലാക്കി മാറ്റി എന്ന് പറയുന്നത് പോലെയാണ് തന്നെ ഉപദ്രവിക്കാനായി നടന്ന തന്റെ എതിരാളിയായി തുടക്കമെല്ലാം വന്നിരുന്ന ദയാൽ എന്ന ക്യാരക്ടർ പിന്നീട് സിനിമയിൽ ഉടനീളം വേലായുധപിള്ളയുടെ വാഹനമായി മാറി വേലായുധപിള്ളയും കൊണ്ട് എല്ലായിടവും സഞ്ചരിക്കുന്നതായി കാണിക്കുന്നത്. കൂടാതെ മുരുകൻ ആ അസുരനെ പൂർണ്ണമായും നശിപ്പിക്കാതെ അതിനെ തന്റെ വാഹനമാക്കി മയിലാക്കി മാറ്റി കൂടെ കൊണ്ട് നടക്കുന്നത് മുരുകന്റെ ഒരു ദയ എന്ന രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. ഇതുകൊണ്ടാകാം ഇവിടെ ആ മയിൽ എന്ന രീതിയിൽ ഉപമിച്ച് കാണിക്കുന്ന
ഫഹദിന്റെ ക്യാരക്ടറിന് ദയാലൻ അഥവാ ദയ എന്ന പേരിട്ട് തന്നെ വിളിക്കുന്നത്. സോ ഇങ്ങനെ വേലായുധ പിള്ള എന്ന വടിവേലുവിന്റെ ക്യാരക്ടറിനെ മുരുകനായും ആ മുരുകൻ വധിച്ച് തിന്മയിൽ നിന്നും നന്മയിലേക്ക് കൊണ്ടുവന്ന് തന്റെ വാഹനമാക്കി മാറ്റിയ മയിലെന്ന രീതിയിലാണ് ഈ ഫഹദിന്റെ ക്യാരക്ടറിനെ ചിത്രത്തിൽ കാണിച്ചിരുന്നതും. ഇനി ഇതുകൂടാതെ ഗണേശൻ എന്ന മറ്റൊരു ക്യാരക്ടറിനെ കൂടി ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. സോ ഈ ഗണേശൻ എന്ന് പറയുന്നത് ഗണപതി അഥവാ മുരുകന്റെ സഹോദരനാണ്. ഈ ക്യാരക്ടറിനെ കാണിക്കുന്ന ചില സീനുകളിലെല്ലാം ഒരുപക്ഷെ ഈ ഒരു ക്യാരക്ടർ പോസിറ്റീവ് ക്യാരക്ടർ ആകാമെന്നും ഫഹദിന്റെ ക്യാരക്ടർ ആകാം മിക്കവാറും അവസാന ഭാഗത്ത് മെയിൻ വില്ലനായി വരാൻ പോകുന്നതെന്നും നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഈ ഗണേശൻ ഫഹദിനെ ചൂണ്ടി ഇവൻ ആരാണെന്ന് അറിയാമോ, എന്ത് വിശ്വസിച്ചുകൊണ്ടാണ് ഇവന്റെ കൂടെ വന്നതെന്നെല്ലാം വേലായുധ പിള്ളയോട് ചോദിക്കുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള സീനുകളിൽ ദയാൽ എന്ന ക്യാരക്ടർ ഒരുപക്ഷെ മെയിൻ വില്ലനായി വരാമെന്നും അതുകൊണ്ട് തന്നെ ഗണേഷ് എന്ന ക്യാരക്ടർ മിക്കവാറും വേലായുധ പിള്ളയെ സഹായിക്കുന്ന ഒരാളായിട്ട് വരാമെന്നും നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ അവർ കാണിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഇത്തരം സീനുകളിൽ ഈ ഒരു ക്യാരക്ടറിന് വേലായുധൻ അല്ലെങ്കിൽ മുരുകനുമായി അടുത്ത് നിൽക്കുന്ന ഗണേഷ് എന്ന പേര് കൊടുത്തതും എന്നാൽ ചിത്രത്തിന്റെ അവസാനം എത്തിയപ്പോൾ അയാൾ വില്ലനായി മാറിയപ്പോൾ ഗണപതിയെ സൂചിപ്പിക്കുന്ന ഗണേഷ് എന്ന പേരിൽ നിന്നും മാറി അയാളുടെ യഥാർത്ഥ പേര് അരുൺ എന്നാണ് എന്ന രീതിയിൽ കാണിച്ചതും. ഇനി ഇതുകൂടാതെ സിനിമയിൽ ഉടനീളം ദൈവങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. അതായത് ഈ വേലായുധ പിള്ളയുടെ ഭാര്യയായി വരുന്ന ക്യാരക്ടറിന്റെ പേര് മീനാക്ഷി അഥവാ മീനു എന്നാണ് വിളിക്കുന്നത്. ഈ മീനാക്ഷി ദേവി എന്ന് പറയുന്നത് പാർവതി ദേവിയുടെ തന്നെ മറ്റൊരു രൂപമായിട്ടാണ് പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടറിന്റെ ഇൻട്രൊഡക്ഷൻ സീൻ ഒരു അമ്പലത്തിലാണെന്നും അവിടെ ഈ ക്യാരക്ടറിന്റെ നേരെ പുറകിലായി ഈ മീനാക്ഷി ദേവിയുടെയോ പാർവതി ദേവിയുടെയോ മറ്റോ രൂപം ഇരിക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ഈ മീനാക്ഷി ദേവിയുടെ സഹോദരൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിനെയാണ്. ഇതുകൊണ്ടാകാം ഈ സഹോദരനെ കാണാനായി വേലായുധ പിള്ള ചെല്ലുന്ന സമയത്ത് വിഷ്ണുവിന്റെ മറ്റൊരു അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ പേരിട്ടിട്ടുള്ള ഒരു കിറ്റ്, ഒരു സമ്മാനം അയാൾക്ക് കൊടുക്കുന്നതായി കാണിച്ചത്. ഇതുകൂടാതെ സിനിമയുടെ ഇടയ്ക്ക് വെച്ച് വേലായുധ പിള്ളയും ദയാലനും ചേർന്ന് ഒരു പാട്ട് പാടുന്നതായി കാണാം. ആഹാ ഇൻപവാൽവിനിലേ ഓഹോ ജഗമേ ആടിടുതേ. ഈ പാട്ടെന്ന് പറയുന്നത് 1957 ഇറങ്ങിയിട്ടുള്ള മായാ ബസാർ എന്ന ചിത്രത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ആ ചിത്രവും ശ്രീകൃഷ്ണനും ബലരാമനുമെല്ലാമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കഥ തന്നെയാണ് പറഞ്ഞിരുന്നതും. ഇതുകൂടാതെ വേലായുധ പിള്ള ആ സ്കൂൾ ടീച്ചറെ അടിച്ചു കൊല്ലുന്ന സീനിൽ ഭഗവത്ഗീതയിൽ വരുന്ന ഒരു ശ്ലോകം ചൊല്ലുന്നതായി കാണാം. ഇങ്ങനെ സിനിമയിൽ ഉടനീളം ശ്രീകൃഷ്ണൻ, മുരുകൻ, പാർവതി ദേവി അങ്ങനെ ഒരുപാട് ദൈവങ്ങളെക്കുറിച്ചും പല അമ്പലങ്ങളുടെ കാര്യങ്ങളുമെല്ലാം പറയുകയും ദൈവങ്ങളെക്കുറിച്ചുള്ള പല ഡയലോഗുകളും സിനിമയിൽ ഉൾപ്പെടുത്തുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു ഡീറ്റെയിൽ, ചിത്രത്തിൽ TMC എന്ന ഒരു ATM കൗണ്ടറും TMC എന്ന പേരിലുള്ള ഒരു ബാങ്കും കാണിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇത് തമിഴ്നാട്ടിലുള്ള TMB എന്ന ബാങ്കാണ്. സോ അതിന്റെ പേര് ഡയറക്റ്റായി ഇടാതെ അതിലൊരു ചെറിയ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇവർ ചിത്രത്തിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് സിനിമയുടെ തുടക്കത്തിൽ ദയാലൻ ആ ബൈക്ക് മോഷ്ടിക്കുന്ന സീനിൽ കാണാൻ പോകുന്ന സിനിമയുടെ പേരായി കാണിക്കുന്നത് ജാക്കി ചാന്റെ ഹൂ ആമൈ എന്നാണ്. ഈ ഹൂ ആമൈ എന്ന ചിത്രത്തിൽ ജാക്കി ചാനും ഒരു അപകടം പറ്റിയതിനു ശേഷം ഓർമ്മയെല്ലാം നഷ്ടപ്പെടുന്നതായും ജാക്കി ചാനെ ചതിക്കാനായി നടക്കുന്നവർ തന്നെ കള്ളപ്പേരുകളും മറ്റും പറഞ്ഞുകൊണ്ട് ജാക്കി ചാന്റെ സുഹൃത്തായി കൂടെ നടക്കുന്നതുമെല്ലാമാണ്. സോ ഈ സിനിമയിലെ കാര്യം നോക്കിയാലും വേലായുധ പിള്ള എന്ന ക്യാരക്ടർ ഓർമ്മയില്ലാത്ത ഒരാളെ അഭിനയിക്കുകയും അയാളെ സഹായിക്കാനെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് അയാളെ മുതലെടുക്കാൻ ചതിക്കാൻ വേണ്ടി ദയാലൻ കൂടെ നടക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. സോ ഇതുകൊണ്ടാകാം ഇത്തരത്തിൽ കണക്റ്റായി വരുന്ന ഒരു ചിത്രം തന്നെ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചു പോയത്. ദയാലൻ എന്ന ക്യാരക്ടർ വേലായുധ പിള്ളയെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് ചെക്കിംഗ് നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു MLAയുടെ നമ്പർ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നതായി കാണാം. ഒരുപക്ഷെ പലർക്കും എങ്ങനെ ഈ ക്യാരക്ടർ കൃത്യമായി ഒരു MLAയുടെ നമ്പർ പറഞ്ഞു കൊടുത്തു എന്നൊരു സംശയമുണ്ടാകാം. സോ അതിനുള്ള ഉത്തരം സിനിമയുടെ തുടക്കത്തിൽ തന്നെ തരുന്നുണ്ട്. അതായത് ദയാലനും വേലായുധ പിള്ളയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ദയാലൻ താൻ മുന്നേ ഒരു MLAയുടെ വീട്ടിൽ ഡ്രൈവറായി ജോലിക്ക് നിന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. സോ അവിടെ വെച്ച് കിട്ടിയിട്ടുള്ള MLAയുടെ നമ്പറാണ് ഇവിടെ പെട്ടെന്ന് ദയാലൻ പോലീസിന് കൈമാറുന്നതായി കാണിക്കുന്നത്. കൂടാതെ സിനിമയിൽ നോക്കുകയാണെങ്കിൽ ദയാലനും വേലായുധ പിള്ളയും ഇവർ രണ്ടുപേരും പരസ്പരം വിശ്വസിച്ചിരിക്കുന്ന സമയത്ത് ഒരുമിച്ച് തന്നെ സഞ്ചരിക്കുന്നതായിട്ടാണ് കാണിച്ചത്. എന്നാൽ ഫഹദിന്റെ ക്യാരക്ടറിന് വേലായുധ പിള്ളയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിന് ശേഷം വരുന്ന സീനുകളിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചല്ല സഞ്ചരിക്കുന്നതെന്ന് കാണാം. ആ സമയം വേലായുധ പിള്ള ദയാലന്റെ വണ്ടി യൂസ് ചെയ്യുന്നതായി കാണിച്ചിട്ടില്ല. എന്നാൽ അതിനു മുന്നേ ഉള്ള ദിവസങ്ങളിൽ ദയാലന്റെ വണ്ടിയിലായിരുന്നു വേലായുധ പിള്ള സഞ്ചരിച്ചിരുന്നത്. അതുപോലെ തന്നെ പിന്നീട് വരുന്ന സീനിലും ദയാലന്റെ കൂടെയല്ല, പകരം അരുണിന്റെ കൂടെ വേലായുധ പിള്ള സഞ്ചരിക്കുന്നതായിട്ടാണ് കാണിച്ചത്. എന്നാൽ പിന്നീട് വീണ്ടും ഇവർ രണ്ടും ഒരുമിച്ച് വരുന്നു. ഒത്തുചേർന്നതിന് ശേഷം ഒരേ വണ്ടിയിൽ തന്നെ പോലീസ് വണ്ടിയിൽ യാത്ര ചെയ്യുന്നതായും കാണിച്ചിട്ടുണ്ട്.
സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പെടുത്തുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.